CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗിന് തീരുമാനമായിരിക്കുന്നത്. KSEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വലഞ്ഞ ജനം. സംസ്ഥാനത്ത് പലയിടത്തും വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. അതേസമയം ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹർത്താൽ ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിൽ ഭാഗികം. സാധാരണ ദിവസം പോലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. സ്വകാര്യ വാഹനങ്ങളും ഓട്ടോ ടാക്സി, സ്വകാര്യ KSRTC ബസ്സുകളും നിരത്തിലിറങ്ങി. ചാവക്കാട് മേഖലയിൽ ഹർത്താൽ ബാധിച്ചില്ല. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. ബസ്സുകളും മറ്റു വാഹനങ്ങളും നിരത്തിലിറങ്ങി. ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചു. സംസ്ഥാനത്തെ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 15-ന് നടക്കും. +2 ഫലപ്രഖ്യാപനം മെയ് 22-നും +1 പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ജൂൺ 10-നും നടക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് സ്വദേശി സുരേഷിന്റെ സംസ്കാരം നടത്തി. ശരീരഭാഗങ്ങളിലെ DNA പരിശോധന നടത്തിയാണ് സുരേഷിന്റെ മരണം സ്ഥിരീകരിച്ചത്. തെക്കുംകരയിലെ തറവാട്ട് വീട്ടിലും കാഞ്ഞിരക്കോടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം ചെറുതുരുത്തി ശ്മശാനത്തിൽ സംസ്കരിച്ചു. മലപ്പുറത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചാവക്കാട് തൊട്ടാപ്പ് സ്വദേശിയായ യുവാവ് മരിച്ചു. ലൈറ്റ് ഹൗസിന് സമീപം എടശ്ശേരി ബദറുവിന്റെ മകൻ 20 വയസ്സുള്ള ഫഹദാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാനസിക വൈകല്യമുള്ള കാശ്മീരി യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ കശ്മീർ പോലീസും ബന്ധുവുമെത്തി തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോയി. 2 ദിവസത്തെ കാട്ടകമ്പാൽ പൂരം സമാപിച്ചു. ദാരിക നിഗ്രഹം നടത്തി കാളി മടങ്ങിയതോടെയാണ് പൂരത്തിന് സമാപനമായത്. തൂവാനൂർ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന്റെയും പൂരമഹോത്സവത്തിന്റെയും ഭാഗമായി നടന്നുവരുന്ന കലാപരിപാടികൾ സമാപിച്ചു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസം ലക്ഷ്യമിട്ട് കുന്നംകുളം നഗരസഭയും ആയുർവേദ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യോഗ സമ്മർ ക്യാമ്പിന് തുടക്കമായി. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടത്തി. തിരുവനന്തപുരം RCCയുടെയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയായിരുന്നു ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടന്നത്. SNDP യോഗം തലപ്പിള്ളി യൂണിയൻ എരുമപ്പെട്ടി ശാഖ 17ാമത് വാർഷിക പൊതുയോഗം യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണവും കർഷകരുടെ നിലനിൽപ്പും ലക്ഷ്യമിട്ട് രാസവളങ്ങളുടെ അസന്തുലിത ഉപയോഗത്തിനെതിരെ കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയും കണ്ണൂർ ഋഷിദേവ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആത്മീയ പ്രഭാഷണ പരമ്പരയ്ക്ക് ഗുരുവായൂരിൽ തുടക്കമായി. SSF വടക്കേക്കാട് ഡിവിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥികൾ ആസ്വദിച്ച വെളിച്ചം എന്ന ശീർഷകത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് MNT ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പുന്നയൂർ K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 15ാം വാർഷിക നറുക്കെടുപ്പ് ആദ്യ ടിക്കറ്റ് വിൽപ്പന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീറ അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബേദ പാലക്കലിന് നൽകി ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.